കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന നിമിഷം, അങ്ങ് എഴുന്നള്ളി വരുന്ന ഈ നിമിഷം അമ്മയേക്കാൾ സ്നേഹമേകും സ്നേഹമാണ് എൻ്റെ കർത്താവ്. അത്രയേറെ സ്നേഹം ഞാൻ അനുഭവിക്കുന്ന നിമിഷമാണ് കരുണയുടെ ഈ ആരാധനയുടെ സമയം. ഈശോയിൽ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പല മേഖലകളിലും പലയിടങ്ങളിലുമായിരുന്നു കൊണ്ട് ഇനി ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലേക്കും ഈശോയുടെ സ്നേഹം നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി സ്ഥലത്തോ വീട്ടിലോ പലയിടങ്ങളിലായിരുന്നു കൊണ്ട് ഇനി ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ഈശോയ്ക്ക് കൊടുത്തേ. ഈ കരുണയുടെ മണിക്കൂറിൽ ഈശോ തൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി പകുത്തുവെച്ച് തരുവാനായിട്ട് എല്ലാം നിനക്ക് വേണ്ടി കുരിശിൽ ബലിയാകുമ്പോൾ ഈശോയ്ക്ക് കൊടുക്കുവാനായിട്ട് നീ നിൻ്റെ ഹൃദയത്തെ ഒരുക്കിയിട്ടുണ്ടോ? നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തമായും ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് കണക്കാക്കുന്ന ഒരു അവയവമാണ്. നമ്മുടെ വികാരങ്ങളുടെയും ചിന്തകളുടെയും നൈർമല്യമായ എല്ലാ ഭാവങ്ങളുടെയും ഒരു ഉത്ഭവവും ഉറവിടവുമൊക്കെ ആയിട്ട് നമ്മൾ ഹൃദയത്തെ കാണുകയാണ്. ഞാനൊരാൾക്ക് എൻ്റെ ഹൃദയം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ടും എന്നെ തന്നെ ഒരാൾക്ക് കൊടുക്കുന്നതിന് സദൃശ്യമാണ്. കർത്താവ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, എനിക്ക് നിൻ്റെ ഹൃദയം മതിയെന്ന്. ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ അവിടുന്ന് എനിക്ക് പങ്കുവെച്ച് തന്നത് അവിടുത്തെ ചങ്കാണ്. നമുക്കറിയാം, എവിടെയൊക്കെ ഈ ദിവ്യകാരുണ്യം ഈശോയുടെ ശരീരരക്തങ്ങളായിട്ട് മാറി അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ, അവിടെയെല്ലാം ശാസ്ത്രം നമ്മോട് പറഞ്ഞൊരു കാര്യം എന്താണ്? നിനക്ക് വേണ്ടി മുറിയപ്പെട്ട ഈ ശരീരം മരണവേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചങ്കാണെന്നല്ലേ. നിനക്ക് വേണ്ടി ചങ്ക് പകുത്ത് തന്നവനാണ് കർത്താവ്. നിനക്ക് വേണ്ടി തൻ്റെ ഹൃദയം മുറിച്ചു തന്നവനാണ് കർത്താവ്. നിനക്ക് വേണ്ടി ഹൃദയം മുറിച്ചു തന്നവന് നിൻ്റെ ഹൃദയത്തിൻ്റെ 10% പോട്ടെ, 100% കൊടുക്കാൻ നീ തയ്യാറാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ആ ഒരു ആത്മാർത്ഥതയും വിശ്വസ്തതയും ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുക. നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ശിമിയോൻ പത്രോസിനോട് ഈശോ ചോദിച്ചില്ലേ, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഇവരേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇനി ഈ ദിവ്യകാരുണ്യത്തിലിരുന്ന് ഈശോ എന്നെയും നിന്നെയും നോക്കി ചോദിക്കുകയാണ്, നീ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ, മുഴു ഹൃദയത്തോടെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മറ്റെല്ലാവരെയുംകാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മറ്റെല്ലാ വസ്തുക്കളെയുംകാൾ കുഞ്ഞെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പലപ്പോഴും ഈശോയ്ക്ക് നമ്മുടെ മുഴു ഹൃദയം കൊടുക്കാതെ ഈശോയുടെ മുഴു ഹൃദയം എനിക്ക് വേണമെന്ന് ഞാൻ ശാഠ്യം പിടിക്കുകയല്ലേ? കർത്താവ് നമ്മോട് കാണിക്കുന്ന ഈ വലിയ സ്നേഹത്തിൻ്റെ മുൻപിൽ അവിടുത്തെ സ്നേഹം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ മുൻപിൽ ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനങ്ങളിൽ 19-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. അവ പൊന്നിനെയും തങ്കത്തെയും അഭികാമ്യമാണ്, അവ തേനിനെയും തേൻകട്ടയും മധുരമുള്ളതാണ്. പ്രിയമുള്ളവരെ, സങ്കീർത്തകനോടൊപ്പം ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം ഈശോയെ നോക്കി നമുക്കും പറയാൻ പറ്റണം, എൻ്റെ കർത്താവിനോട് എനിക്കുള്ള സ്നേഹം പൊന്നിനെയും തേനിനെയും തേൻകട്ടയേക്കാളും എല്ലാം എനിക്ക് വിശിഷ്ടമാണ്. എന്തുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെയൊരു വിവരണം നടത്തിയത്? കാരണം നമുക്കറിയാം, മറ്റൊരിടത്തു നിന്നും കിട്ടാത്ത ആ ഒരു സ്നേഹം, എല്ലാ സന്തോഷത്തിൻ്റെയും എല്ലാ ആനന്ദത്തിൻ്റെയും ഉറവിടം കർത്താവാണ്. ഞാൻ അനുഭവിക്കുന്ന എല്ലാ നന്മയുടെയും എല്ലാ സ്നേഹത്തിൻ്റെയും ഉറവിടം കർത്താവാണ്. ആ കർത്താവിനേക്കാൾ അധികമായിട്ട്
വിശിഷ്ടമായിട്ടും ശ്രേഷ്ഠമായിട്ടും എനിക്ക് മറ്റൊന്നും ലഭിക്കാനില്ല. അതുകൊണ്ട് കർത്താവിന് ഞാൻ എൻ്റെ ഹൃദയം കൊടുക്കുമ്പോൾ, ദൈവഭക്തി എന്ന് പറയുമ്പോൾ സങ്കീർത്തകൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധമാണ്. എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് എൻ്റെ ദൈവഭക്തിയും എൻ്റെ പ്രാർത്ഥനയുമെല്ലാം. ഞാൻ എൻ്റെ ദൈവത്തോട് എങ്ങനെ ബന്ധപ്പെടുന്നു, ദൈവത്തോടുള്ള എൻ്റെ ബന്ധത്തിൻ്റെ ആഴം എന്താണ്? സങ്കീർത്തകൻ പറയുന്നത് ദൈവഭക്തി നിർമ്മലമാണ്, പ്യുവറാണ്. ദൈവഭക്തി നിർമ്മലമാണ്. കാരണം എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നത് പൂർണ്ണമായ സ്നേഹത്തിൽ നിന്നുകൊണ്ട്. കാരണം ഇതിനേക്കാൾ വലിയൊരു സ്നേഹം എനിക്ക് കിട്ടാനില്ല, ഇതിനേക്കാൾ വലിയൊരു സ്നേഹം എനിക്ക് ലഭിക്കാനുമില്ല, കൊടുക്കാനുമില്ല. എൻ്റെ കർത്താവിനേക്കാൾ വലുതായി ഞാൻ മറ്റെന്തിനെ സ്നേഹിക്കും? എൻ്റെ ഈശോയേക്കാൾ അധികമായിട്ട് മറ്റെന്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കും? എൻ്റെ ദൈവത്തേക്കാൾ വലുതായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റൊന്നുമില്ല. ദൈവഭക്തി നിർമ്മലമാണ്, അതെന്നേക്കും നിലനിൽക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുകയാണ്, അവ തേനിനെയും തേൻകട്ടയേക്കാൾ മധുരമുള്ളതാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസിനെയൊക്കെ നമുക്കൊന്ന് തുലനം ചെയ്ത് നോക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുക്കൾ, വ്യക്തികളും സാധനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒന്ന് അളന്നും തൂക്കിയുമൊക്കെ നമുക്കൊന്ന് നോക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്, ആർക്കാണ്? അത് കർത്താവിനാണോ എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. തേനിനെയും തേൻകട്ടയും എന്ന് പറയുമ്പോൾ ഏറ്റവും മധുരമുള്ളതിനേക്കാൾ മധുരമുള്ളതാണ് കർത്താവിനോടുള്ള സ്നേഹവും ഭക്തിയും ബന്ധവുമൊക്കെ. അത് അനുഭവിക്കാൻ കുഞ്ഞെ നിനക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയും ജീവിതത്തിൽ മറ്റെല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് ഈശോയുടെ കൂടെ നിൽക്കുന്നു. ലോകത്തിലുള്ളതിനെ സ്നേഹിച്ചിട്ട് ഈശോയെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയും ത്യാഗങ്ങൾ എടുക്കും. നശ്വരമായതിനെയും ബാലിശമായതിനെയും ഒക്കെ ദൂരെ എറിയും. കർത്താവിനോട് ചേർന്ന് നിന്ന പത്രോസും അന്ത്രയോസും വഞ്ചിയും വലയും ഉപേക്ഷിച്ചു. കർത്താവ് വിളിച്ചപ്പോൾ കർത്താവിനെ അനുഗമിച്ച യാക്കോബും യോഹന്നാനും തൻ്റെ ജീവിതമാർഗങ്ങൾ മുഴുവൻ അപ്പനും ജോലിക്കാരും വഞ്ചിയും എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ചു. കർത്താവിനെ തിരിച്ചറിഞ്ഞ സമരിയാക്കാരി സ്ത്രീ താൻ വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം പോലും അവിടെ വെച്ചിട്ട് മറന്നുപോയി. കർത്താവ് വിളിച്ചത് കേട്ട ബർത്തമിയൂസ് തൻ്റെ ഏകാശ്രയമായിരുന്ന ആ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് താഴെ കർത്താവിൻ്റെ അടുത്തെത്തി. കർത്താവിനെ തിരിച്ചറിഞ്ഞ സക്കേവൂസ് താൻ അപഹരിച്ചതെല്ലാം 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും താൻ ഇത്രയും നാളും ഏറ്റവും വലുതായിട്ടും പ്രിയപ്പെട്ടതായിട്ടും ജീവിതത്തിൽ കൊണ്ടു നടന്നതിനൊന്നും തൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല, വിലയില്ല, തന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. ഈശോയോടുള്ള സ്നേഹം അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റുള്ളതിനെല്ലാം സ്വാദ് കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ പറഞ്ഞത്, ദൈവസ്നേഹം അത്രയേറെ വിലപിടിപ്പുള്ളതിനാൽ മറ്റുള്ളവയെല്ലാം ഉച്ഛിഷ്ടമായിട്ട് ഞാൻ കരുതി. കർത്താവിൻ്റെ സ്നേഹം ഞാൻ എൻ്റെ ഹൃദയത്തിൽ അനുഭവിച്ചപ്പോൾ മറ്റെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കരുതി, മറ്റെല്ലാത്തിനെയും ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞു. അതിനൊന്നും എനിക്ക് സ്വാദില്ല. ഇത്രയും നാളും ഞാൻ സ്വാദ് കണ്ടെത്തിയത്, സ്നേഹം കണ്ടെത്തിയത്, ജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും കണ്ടെത്തിയത് സമ്പത്തിലായിരുന്നിരിക്കാം, ജഡികാസക്തികളിലും സുഖങ്ങളിലുമായിരുന്നിരിക്കാം, അനാവശ്യമായ ബന്ധങ്ങളിലും കൂട്ടുകെട്ടുകളിലുമായിരുന്നിരിക്കാം, ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള ലഹരികളിലായിരുന്നിരിക്കാം. പക്ഷേ ഈശോയെ തിരിച്ചറിഞ്ഞ നിമിഷം അതിനെല്ലാം എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ലാതായി. പ്രിയമുള്ളവരെ, ആ ഒരു സ്നേഹബന്ധത്തിലേക്കാണ് ഈ ദിവ്യകാരുണ്യനാഥൻ ഈ കരുണയുടെ മണിക്കൂറിൽ നമ്മളെ വിളിക്കുന്നത്. എന്നോട് ചോദിക്കുന്നുണ്ട് കർത്താവ്, നീ ഇത്രയും നാളും ആശ്രയം വെച്ച നിന്റെ വിഗ്രഹങ്ങൾ എവിടെ? നീ ഇത്രയും നാളും നിന്റെ ജീവിതത്തിന് മധുരം തരും, വില തരും എന്ന് കരുതി നീ ജീവിതത്തിൽ ഇത്രയേറെ പ്രാധാന്യം കൊടുത്തിരുന്ന വസ്തുക്കളും വ്യക്തികളും എവിടെ? അത് നിനക്കിപ്പോഴും സംതൃപ്തി തരുന്നുണ്ടോ? ഇല്ലെന്ന് നമുക്കറിയാം. സമ്പത്ത് നമ്മളെല്ലാവരും തൃപ്തിപ്പെടുത്തിയിരുന്നെങ്കിൽ ലോകത്തിൽ സമ്പാദ്യമുള്ളവർക്ക് ആർക്കും ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാകുമായിരുന്നില്ല. എന്നാൽ സമ്പത്ത് കൊടുത്താൽ കിട്ടാത്ത എന്തോരം കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ലോകത്തിലുള്ള വ്യക്തികളിൽ ജീവിതത്തിൻ്റെ സാഫല്യം കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൽ ലോകത്തിലെല്ലാവരും സംതൃപ്തരായിരുന്നേനെ. സുഖങ്ങളിൽ, സുഖലോലുപതകളിൽ, നശ്വരമായ വസ്തുക്കളിലൊന്നും ജീവിതത്തിൻ്റെ സാഫല്യം കണ്ടെത്താൻ ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ദാഹത്തോടെ, പരവേശത്തോടെ ദൈവത്തിന് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
മനുഷ്യരാരും തൃപ്തരല്ല, മനുഷ്യരാരും സംതൃപ്തരല്ല. അവൻ സ്നേഹം അന്വേഷിക്കുന്നു, അവൻ ജീവിതത്തിൽ കരുതൽ അന്വേഷിക്കുന്നു, വില അന്വേഷിക്കുന്നു, സ്ഥാനം അന്വേഷിക്കുന്നു, ആദരവ് അന്വേഷിക്കുന്നു. അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ശൂന്യതയുണ്ട്, ഒരു ദാഹമുണ്ട്, ഒരു പരവേശമുണ്ട്. അത് ശമിപ്പിക്കാൻ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ, ഈശോയെ അനുഭവിച്ചവരാരും വന്ന വഴിക്ക് തിരിച്ചു പോവാത്തത്? ഈശോയെ കണ്ടറിഞ്ഞവരും അനുഭവിച്ചറിഞ്ഞവരാരും തങ്ങളുടെ ജീവിതത്തെ തങ്ങൾ ഉപേക്ഷിച്ചവയിലേക്ക് മടങ്ങിപ്പോകാത്തത്? അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ, ഈശോയെ അനുഭവിച്ചവരെല്ലാവരും കൊടിയ പീഡനത്തിനും വേദനകൾക്കും കഷ്ടപ്പാടിനും നടുവിലും ഉറപ്പോടുകൂടി കർത്താവിൻ്റെ കൂടെ നിന്നത്? നമ്മുടെ ജീവിതം ഏത് വഴിയിലാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. വീണ്ടും സങ്കീർത്തകൻ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. 19:14 എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയും കർത്താവിനെ പോലെയായിത്തീരും. ഇരുമ്പിനോട് കാന്തം ചേർത്ത് വയ്ക്കുമ്പോൾ ഇരുമ്പിലേക്ക് കാന്തശക്തി പകരുന്നത് പോലെ നമ്മുടെ കൂട്ടുകാരുടെ സ്വഭാവ സവിശേഷതകൾ നമ്മളിലും പയ്യെ പയ്യെ തെളിഞ്ഞു വരുന്നത് പോലെ ഈശോയോട് ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിയിലും ആ ഈശോയുടെ ഹൃദയഭാവങ്ങൾ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെയാക്കി തീർക്കണമേ. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഈശോയുടെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി എനിക്ക് വേണ്ടി കർത്താവ് തൻ്റെ ചങ്ക് പകുത്തു തന്നതാണ്. കർത്താവിൻ്റെ ആ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ആ തിരുഹൃദയത്തിൽ എൻ്റെ മുഖം കാണാൻ എനിക്ക് സാധിക്കും. കാരണം എനിക്ക് വേണ്ടിയാണ് അവൻ ചങ്ക് പിളർന്ന് തന്നത്. കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നോക്കി നമുക്കും പ്രാർത്ഥിക്കണം, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെയാക്കി തീർക്കണമേ. എൻ്റെ ഹൃദയം ഞാൻ പലയിടത്തും പങ്കുവെച്ചു കൊടുത്തു കർത്താവേ. സ്വത്തിനു വേണ്ടി, സ്ഥാനങ്ങൾക്ക് വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, സുഖങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥപരമായ പലയിടങ്ങളിലും ഞാൻ എൻ്റെ ചങ്ക് പകുത്തു കൊടുത്തിട്ടും എൻ്റെ ഹൃദയത്തിലെ ശൂന്യതയും ദാഹവും നികത്താൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ എൻ്റെ കർത്താവിനെ ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം, കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ നിമിഷം എൻ്റെ ഹൃദയത്തിൽ വലിയ ഒരു നിറവുണ്ടാകും. എൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യത നികത്തപ്പെടും. എൻ്റെ ഉള്ളിലെ പരവേശം ശമിക്കും. ഞാൻ തൃപ്തിയടയും. ദൈവസന്നിധിയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായിട്ടും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ശിമയോനോട് ചോദിച്ച അതേ ചോദ്യം എന്നോട് ഈശോ ചോദിക്കും, എല്ലാവരെയുംക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു? മറ്റെല്ലാ വസ്തുക്കളെക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിൻ്റെ ജീവിതത്തിൻ്റെ മറ്റ് നശ്വരതകൾക്കെല്ലാം ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമല്ലോ എന്ന് കണ്ണുനീരോടുകൂടി പത്രോസിനെ പോലെ നമുക്കും പറയാൻ പറ്റട്ടെ. കർത്താവെ, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, വീഴ്ചകൾ വന്നിട്ടുണ്ട്, നിന്നെ മറന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഉള്ളിൽ കർത്താവെ, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല. കർത്താവെ, നിന്നോട് ചേർന്ന് നിൽക്കണമെന്ന്, നിൻ്റെ സ്നേഹം അനുഭവിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ദൈവത്തിരുസന്നിധിയിൽ കർത്താവിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയോട് ചേർന്ന് നിൽക്കാൻ, ചങ്ക് പകത്ത് കൊടുത്ത് ഈശോയെ സ്നേഹിക്കുവാൻ, ചങ്ക് പകത്ത് തന്നവൻ്റെ ചങ്കോട് നമ്മുടെ ചങ്ക് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങാൻ പ്രാർത്ഥിച്ചേ. ലോകമാസകളുമുള്ള എല്ലാ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അവരെ ഞങ്ങളുടെ കരുണക്കടലിൽ മുക്കിയെടുക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കത്തോലിക്കാ സഭയെ വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് വെച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,